ഖുർആൻ ക്ലാസ്സിൽ അന്നിസാ എന്ന അധ്യായത്തിലെ 39 വാക്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി 40-ാമത്തെ വാക്യം. ഇന്നല്ലാഹ ലാ യുളിമു മിസ്ഖാല ദർറഹ് വഇൻ തകു ഹസനതൻ യുളാഇഫുഹാ വയുഅതി മിൻ ലദുൻഹു അജ്റൻ അളീമാ. തീർച്ചയായും അള്ളാഹു ഒരു അണുവോളം അനീതി കാണിക്കുകയില്ല. വല്ല നന്മയും ആണുള്ളതെങ്കിൽ അതവൻ ഇരട്ടിച്ച് കൊടുക്കുകയും അവൻ്റെ പക്കൽ നിന്നുള്ള വമ്പിച്ച പ്രതിഫലം നൽകുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അള്ളാഹു അവിടെ തുലാസും തൂക്കി കച്ചവടത്തിനിരിക്കുകയാണ്. ആ കച്ചവടത്തിൽ അള്ളാഹു കൊള്ളലാഭം കൊടുക്കുമെന്നാണ് വാഗ്ദാനം ചെയ്യുന്നത്, ഇരട്ടിപ്പിച്ച് കൊടുക്കുന്നത്. അള്ളാഹുവിനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട്, അള്ളാഹുവിൻ്റെ സന്തോഷം ആഗ്രഹിച്ചുകൊണ്ട് നമ്മളിവിടെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അള്ളാഹു അതിന് കിട്ടേണ്ട പ്രതിഫലം ഇരട്ടിയായിട്ട് കൊടുക്കും എന്നാണ് ഇവിടെ വാഗ്ദാനം. അതല്ലാതെ നിങ്ങൾ മനുഷ്യർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും നന്മ ചെയ്താൽ അത് അള്ളാഹു മൈൻഡ് ചെയ്യില്ല എന്ന് മാത്രമല്ല, അത് പിശാചിന് വേണ്ടി ചെയ്തതായി കണക്കാക്കിയിട്ട് നിങ്ങളെ പിടിച്ചിട്ട് അടുപ്പിലിട്ട് കത്തിക്കുകയും ചെയ്യും. അള്ളാഹു ഒരു അണുമണി തൂക്ക അനീതി ചെയ്യുന്നവനല്ല എന്നാണ് പറഞ്ഞത്. അള്ളാഹു ഹിമാലയത്തോളമല്ല, പ്രപഞ്ചത്തോളം വലിയ അനീതിയാണ് ചെയ്യുന്നത് എന്നതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യം തന്നെ. കാരണം അള്ളാഹുവിന് മനുഷ്യനെക്കുറിച്ച് ഒരു ചുക്കും അറിയില്ല എന്നതിൻ്റെ തെളിവാണ് ഈ പറഞ്ഞത്. മനുഷ്യൻ നന്മ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹു എന്ന് പറയുന്ന പടച്ചോന് മനുഷ്യൻ്റെ നന്മ കൊണ്ട് എന്ത് കിട്ടാൻ? അള്ളാഹു പരിപൂർണനാണ്, എല്ലാം തികഞ്ഞിരിക്കുന്ന ആളാണ്. മനുഷ്യൻ നന്മ ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ അനുഭവിക്കുന്നത് മനുഷ്യരാണ്, മനുഷ്യ സമൂഹമാണ്. അത് തിരിച്ചറിയാനുള്ള കഴിവ് ഈ അള്ളാഹുവിനില്ല. എന്നിട്ട് അള്ളാഹു മനുഷ്യനോട് എന്തെങ്കിലും നന്മ ചെയ്താൽ ആ മനുഷ്യനെ പിടിച്ചിട്ട് നരകത്തിലിടാൻ കാത്തിരിക്കുകയാണ്. ഈ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ നരകം സൃഷ്ടിച്ചു. ഈ ഭൂമി ഉണ്ടാക്കുന്നതിന് മുമ്പ് നരകം ഉണ്ടാക്കി. എന്നിട്ട് അവിടെ പോയിട്ട് നരകത്തിൻ്റെ പക്കത്ത് പോയിട്ട് ആ നരകത്തിന് വാഗ്ദാനം ചെയ്തു പോന്നിരിക്കുകയാണ്, എൻ്റെ പള്ള ഞാൻ നിറച്ചു തരാം. ഇത് ഈ ഖുർആനിൽ പറയുന്നതാണ്. അപ്പോൾ എത്ര വലിയ ദുഷ്ടനാണ് അള്ളാഹു! അണുമണി തൂക്കമല്ല, പ്രപഞ്ചത്തോളം വലിയ ദുഷ്ടത്തരങ്ങളും തിന്മയുമാണ് അള്ളാഹു ചെയ്തു വെച്ചിട്ടുള്ളത്. എന്നിട്ട് ആ അള്ളാഹു സ്വയം പറയുകയാണ്, ഞാൻ അണുമണി തൂക്കം അനീതി പ്രവർത്തിക്കുന്നവനല്ല എന്ന്. അള്ളാഹുവിനെ സംബന്ധിച്ച് ഈ ഖുർആൻ അവതരിപ്പിക്കുന്ന കഥ നമ്മൾ മൊത്തം ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ അള്ളാഹു അനീതി മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ. അനീതി സൃഷ്ടിച്ചത് തന്നെ അള്ളാഹുവാണ്. പിന്നെ ഇപ്പം പ്രവർത്തിക്കേണ്ട കാര്യം പറയണോ? ആരാണ് തിന്മ സൃഷ്ടിച്ചത്? എല്ലാം സൃഷ്ടിച്ചത് അള്ളാഹുവാണ്, തിന്മ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. തിന്മയെ വളർത്തുന്നതിന് വേണ്ടി, തിന്മ ചെയ്തവരെ നരകത്തിലിട്ട് നിറക്കുന്നതിന് വേണ്ടി പിശാചിനെ സൃഷ്ടിക്കുകയും പിശാചിന് സർവ്വസ്വാതന്ത്ര്യവും കൊടുത്തിട്ട് ദീർഘായുസ് നൽകി ലോകാവസാനം വരെ നീ പോയി മനുഷ്യരെ മുഴുവൻ പഴപ്പിച്ച് കൊണ്ടുപോവാ, എന്നിട്ട് വേണം എനിക്ക് നരകം നിറക്കാൻ എന്നും പറഞ്ഞ് പിശാചിനെ സൃഷ്ടിച്ച് കയറൂരി വിട്ട പെരുംപിശാചാണ് ഇവിടെ ഇരുന്നിട്ട് പറയുന്നത് അണുമണി തൂക്കം അനീതി ഞാൻ ചെയ്യില്ല എന്ന്. അനീതി മാത്രമേ ഇയാൾ ചെയ്തിട്ടുള്ളൂ എന്നാണ് ഈ കഥ മൊത്തം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നീതി എങ്കിൽ പിന്നെ അനീതി എന്താണ്, നീതി എന്താണ് എന്നതിന് നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ നിർവചനം കണ്ടെത്തേണ്ടി വരും. തിന്മകൾ ചെയ്യാൻ വേണ്ട എല്ലാ ഏർപ്പാടുകളും ചെയ്ത് തിന്മ ചെയ്യാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുന്ന തിന്മയുടെ മൂർത്തിയെ സൃഷ്ടിച്ച് കയറൂരി വിട്ട് ആ തിന്മ ചെയ്തു എന്ന കുറ്റം പറഞ്ഞുകൊണ്ട് ഈ മനുഷ്യരെ മുഴുവൻ കാലാകാലം അനന്തകാലം തീയിലിട്ട് ദണ്ഡിപ്പിക്കുകയും ആ ദണ്ഡനം കണ്ട് ആ നിലവിളി കേട്ട് അത് ആസ്വദിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കൊടും ഭീകരനാണ് പറയുന്നത് ഞാൻ തിന്മ ചെയ്യുകയില്ല, ഞാൻ നീതി മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന്. ഈ കഥ മൊത്തം നേരെ കുത്തനെ പിടിച്ചാൽ സത്യമായി മാറുന്ന സന്ദർഭമാണിത്. ഇവിടെ മനുഷ്യൻ്റെ മുമ്പിൽ ഏറ്റവും വലിയ തിന്മയായിട്ട് അവതരിപ്പിക്കുന്നത് തന്നെ എന്താണ്? അതിലെന്തെങ്കിലും തിന്മയുണ്ടോ? ഇന്നത്തെ കാലത്ത് അത് നന്മയാണ് എന്ന് ഞാൻ പലവട്ടം വിശദീകരിച്ച് കഴിഞ്ഞതാണ്. എന്താ ഏറ്റവും വലിയ തിന്മ? ഇതാ മാനി മൗലവി പറയുന്നു, ഖിയാമത്ത് നാളിൽ സിർക്കാകുന്ന കുറ്റം തീരെ പൊറുക്കപ്പെടുകയില്ല എന്നും മറ്റുള്ള കുറ്റങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുവാൻ ഇടയുണ്ടെന്നും കാണുമ്പോൾ തങ്ങൾക്ക് പുറത്തു കിട്ടിയെങ്കിലോ എന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ മുശ്രിക്കുകൾ ആയിരുന്നില്ല എന്ന് അവർ സത്യം ചെയ്യുന്നത്. അപ്പോൾ 36-65 കാണുന്നത് പോലെ അള്ളാഹു അവരുടെ വായയ്ക്ക് മുദ്രവയ്ക്കും. എന്നിട്ട് അവരുടെ കൈകാലുകൾ അവർ പ്രവർത്തിച്ചതെല്ലാം തുറന്നു സംസാരിക്കും. അപ്പോഴാണ് തങ്ങളുമായി ഭൂമി സമനിരപ്പാക്കപ്പെട്ടെങ്കിൽ നന്നായേനെ എന്ന് അവർ ആഗ്രഹിക്കുകയും അള്ളാഹുവിനോട് ഒരു വർത്തമാനവും അവർ ഒളിച്ചു വെക്കാതിരിക്കുകയും ചെയ്യുന്നത്. ഇവിടെ അള്ളാഹു തനി ഒരു കച്ചവടക്കാരൻ്റെ യുക്തിയും നീതിയുമാണ് അവതരിപ്പിക്കുന്നത്. താൻ തുലാസും കൊണ്ട് കാത്തിരിക്കുകയാണ് എന്നും തനിക്ക് വേണ്ടത് നിങ്ങൾ കൊണ്ടു തന്നാൽ നിങ്ങൾക്ക് ഞാൻ തിരിച്ച് ഇരട്ടി പ്രതിഫലം തരാം എന്നും പറഞ്ഞുകൊണ്ട്
ഒരു കച്ചവടക്കാരൻ ഇരിക്കുകയാണ്. ഈ കച്ചവടത്തിൻ്റെ നീതിയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. എന്നാൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ ഇങ്ങനെ ലാഭം കിട്ടാൻ വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികളെ നീതിയാണ് എന്ന് കരുതുന്നേയില്ല. മനുഷ്യൻ നീതി ചെയ്യുക എന്ന് പറയുന്നത് മനുഷ്യൻ സാമൂഹ്യമായി ജീവിക്കുമ്പോൾ, കൂട്ടമായി ജീവിക്കുമ്പോൾ പരസ്പരം സഹകരണം ആവശ്യമായതുകൊണ്ട് എല്ലാവർക്കും ഗുണകരമായ പ്രവൃത്തികൾ ചെയ്യുക എന്നതും എല്ലാവരും പരസ്പരം സഹകരിക്കുക എന്നതും ഒരാൾക്കും ദോഷകരമായ പ്രവൃത്തികൾ ഒരാളും ചെയ്യാതിരിക്കുക എന്നതുമൊക്കെ മനുഷ്യൻ്റെ സാമൂഹ്യ ജീവിതത്തിലെ അനിവാര്യമായ ഒരു കാര്യമാണ് എന്ന തിരിച്ചറിവിൽ നിന്നാണ് മനുഷ്യർ ശരിയും തെറ്റും ചെയ്യുന്നത്. അല്ലെങ്കിൽ മനുഷ്യർ ശരിയും തെറ്റുമൊക്കെ തീരുമാനിക്കുന്നത്, നന്മ ചെയ്യുന്നത്, നീതി പ്രവർത്തിക്കുന്നതൊക്കെ. അവിടെ പ്രതിഫലത്തിന് യാതൊരു പ്രസക്തിയുമില്ല. അവിടെ കിട്ടുന്ന പ്രതിഫലം എന്ന് പറയുന്നത് സാമൂഹ്യ ജീവിതത്തിൽ മനുഷ്യരെല്ലാവരും നന്മ ചെയ്യുമ്പോൾ ആ സമൂഹത്തിൽ ഉണ്ടാകുന്ന നന്മകൾ തന്നെയാണ്. ആ സമൂഹത്തിൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന സഹകരണാത്മകതയും സൗകര്യങ്ങളും അവിടെ എല്ലാവർക്കും പങ്കുവെക്കാൻ കിട്ടുന്ന നീതിയും സന്തോഷവും ഒക്കെ തന്നെയാണ് അതിൻ്റെ പ്രതിഫലം എന്ന് പറയുന്നത്. ആ പ്രതിഫലം മോഹിച്ചുകൊണ്ടല്ല ഒരാൾ ചെയ്യുന്നത്, മറിച്ച് താനൊരു സാമൂഹ്യ ജീവിയാണ് എന്ന ഉയർന്ന ബോധത്തിൽ നിന്ന് സഹജമായി തന്നെ മനുഷ്യർക്ക് പരസ്പരം സഹകരിക്കാനുള്ള ഒരു ജന്മവാസനയുണ്ട്. ആ ജന്മവാസനയെ നമ്മൾ കൂടുതൽ പോഷിപ്പിക്കുന്ന തരത്തിൽ നർച്ചർ ചെയ്ത് നമ്മൾ കുട്ടികളെ പരിശീലിപ്പിക്കുകയും അത്തരത്തിലുള്ള സാമൂഹിക ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെയും സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെയും ഇടപെടലുകളിലൂടെയും അത്തരം നല്ല പ്രവർത്തനങ്ങൾ കൂടുതൽ പ്രോത്സാഹിപ്പിച്ച് സമൂഹത്തിൻ്റെ ജീവിതം മികവുറ്റതാക്കുക എന്നതാണ് യുക്തിബോധമുള്ള മനുഷ്യർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ദൈവം ഈ തുലാസം തൂക്കിക്കൊണ്ട് മനുഷ്യരെ ശിക്ഷിക്കാനും മനുഷ്യർക്ക് സമ്മാനം കൊടുക്കാനും കാത്തിരിക്കുന്നു എന്ന സങ്കല്പമൊക്കെ മനുഷ്യരുടെ സാമൂഹിക ബോധം ഇത്രയൊന്നും വികസിച്ചിട്ടില്ലാത്ത ഗോത്രകാലത്ത് ഈ അറിവില്ലാത്ത മനുഷ്യരെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ വേണ്ടി അവരെ നയിച്ചിരുന്ന ഗോത്ര നേതാക്കന്മാർ പടച്ചുണ്ടാക്കിയ കെട്ടുകഥകളാണ്. ആ കെട്ടുകഥകളിലൂടെ ആയിരുന്നു അന്ന് അവർ ഈ കോത്താമ്പി കാണിച്ചിട്ടായിരുന്നു തൻ്റെ പ്രജകളെ നിയന്ത്രിച്ചിരുന്നത്. പേടിപ്പിച്ചുകൊണ്ടും കൊതിപ്പിച്ചുകൊണ്ടും അവരെ നിലക്ക് നിർത്തുക, നിയന്ത്രിക്കുക എന്ന അന്നത്തെ സാമൂഹ്യ ലക്ഷ്യമായിരുന്നു ഇതിൻ്റെ പിന്നിലുള്ളത്. അതിനനുസൃതമായി മെനഞ്ഞുണ്ടാക്കിയ കഥകളാണിത്. ഈ കഥകളൊക്കെ ഒരു വികസിത സമൂഹത്തിൻ്റെ മുമ്പിൽ, ചിന്താപരമായി ഉയർന്ന ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ ബാലിശമായ കെട്ടുകഥകളായിട്ടും നിരർത്ഥകമായ കഥകളായിട്ടും അയുക്തികമായ കഥകളായിട്ടും പരിണമിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. മനുഷ്യരുടെ മുമ്പിലേക്ക് തിന്മ മുഴുവണ്ടാക്കി വെച്ചിട്ട് മനുഷ്യരെ കൊണ്ട് തിന്മ ചെയ്യിക്കാൻ വേണ്ട എല്ലാ ഏർപ്പാടും ചെയ്തു വെച്ചിട്ട് നിങ്ങൾ നന്മ ചെയ്യൂ എന്ന് പറയുന്ന ഒരു ദൈവത്തിന് അങ്ങനെ പറയാൻ എന്ത് അർഹതയാണുള്ളത്? പരീക്ഷണം എന്ന് പറഞ്ഞുകൊണ്ടൊന്നും പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള ക്രൂരമായ പരീക്ഷണം നടത്തിയിട്ട് വേണോ അള്ളാഹുവിന് ഒരു നീതി നടപ്പിലാക്കാൻ? അള്ളാഹു നീതിമാനാണെങ്കിൽ അള്ളാഹു നീതിയുള്ള ഒരു ലോകമല്ലേ സൃഷ്ടിക്കുക? നീതിയുള്ള ഒരു സൃഷ്ടിയെ മാത്രമല്ലേ അള്ളാഹു ഉണ്ടാക്കുകയുള്ളൂ? അപ്പോൾ അനീതി സൃഷ്ടിച്ച അനീതിക്ക് മഹാഭൂരിപക്ഷം നൽകുന്ന ഒരു ലോകമുണ്ടാക്കിയ അനീതിയുടെ ഫലമായിട്ട് കുറേ ആളുകളെ നിത്യ അനീതിയിൽ തളച്ചിട്ട് അത് കണ്ട് ആസ്വദിക്കുന്ന ഒരു കൊടും ക്രൂരനായ മനോരോഗിയായിട്ടാണ് ഈ മതം അള്ളാഹു എന്ന കഥാപാത്രത്തെ രൂപീകരിച്ചിട്ടുള്ളത്. കാരണം ചിന്താപരമായും ധാർമ്മികമായും അങ്ങേയറ്റം മുരടിച്ച ഒരു മനുഷ്യൻ്റെ മനസ്സിൽ നിന്നും രൂപം കൊണ്ടിട്ടുള്ള ആ വികൃതമായ ഒരു കഥാപാത്രമാണ്, ഒരു ആശയമാണ് ഈ മതം എന്ന് പറയുന്നത്, മതത്തിലെ ദൈവം എന്ന് പറയുന്നത്. മനുഷ്യൻ നന്മയും തിന്മയും ചെയ്യുന്നത് ദൈവങ്ങൾക്ക് വേണ്ടിയിട്ടല്ല. ദൈവങ്ങൾക്ക് മനുഷ്യൻ്റെ നന്മ കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടാവാനും പോകുന്നില്ല. ദൈവങ്ങളുണ്ടെങ്കിൽ അവർക്ക് നന്മ നടപ്പിലാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. മനുഷ്യർ നന്മ ചെയ്യുന്നത് മനുഷ്യർക്ക് വേണ്ടിയാണ്. മനുഷ്യർ തിന്മ ചെയ്യുന്നത് കൊണ്ടും ദൈവത്തിനൊരു ചുക്കും വരാനില്ല. മനുഷ്യർ തിന്മ ചെയ്താലുള്ള ദോഷങ്ങൾ മനുഷ്യർക്കാണ്. അപ്പോൾ മനുഷ്യൻ്റെ നന്മ തിന്മ എന്ന് പറയുന്നത് മനുഷ്യരുടെ സാമൂഹ്യ ജീവിതത്തിനകത്ത് മാത്രം സാങ്കത്യമുള്ള പ്രസക്തിയുള്ള ഒരു കാര്യം മാത്രമാണ്. അതിനപ്പുറത്ത് നന്മയും തിന്മയും ധർമ്മവും അധർമ്മവും ഒന്നും ഇല്ല. മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിലാണ് ഇതെല്ലാം വരുന്നത്. അത് മനുഷ്യൻ്റെ ജീവിതത്തിനകത്ത് വരുന്ന കാര്യമാണ്. ജീവിതത്തിന് പുറത്ത് പരലോകത്ത് അവിടെ ഉണ്ടംപുരിയുണ്ട്, അവിടെ അടുപ്പ് കൂട്ടി വെച്ചിട്ടുണ്ട് എന്നൊന്നും പറയുന്നത് മനുഷ്യൻ്റെ ധാർമ്മികതയും നീതിയുമായിട്ട് ഒരു ബന്ധം പോലും ഇല്ലാത്ത കെട്ടുകഥകളാണ്. ഇനി 41-ാമത്തെ വാക്യം ഇതിൻ്റെ തുടർച്ച തന്നെയാണ്. فكيف إذا جئنا من كل أمة بشهيد وجئنا بك على هؤلاء شهيدا. എന്നാൽ ഓരോ സമുദായത്തിൽ നിന്നും ഓരോ സാക്ഷിയെ നാം കൊണ്ടുവരികയും
ഇരു കൂട്ടർക്കെതിരിൽ നിന്നെ നാം സാക്ഷിയായി കൊണ്ടുവരികയും ചെയ്യുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ഇനി ഇവിടെ നിന്നിട്ട് ഈ ജൂതന്മാരെയും മക്കക്കാരെയും ഒക്കെ പണ്ട് മക്കയിൽ നിന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നത് പോലെ തന്നെ മദീനയിൽ വന്ന ഉടനെ ഭീഷണിപ്പെടുത്തിയിരുന്നത് പോലെ തന്നെ ഭീഷണിപ്പെടുത്തുകയാണ്. പരലോകത്ത് ഇവർക്കൊക്കെ ഉണ്ടാകാൻ പോകുന്ന ഭീകരമായ ഒരു അവസ്ഥയൊക്കെ പറഞ്ഞുകൊണ്ട് അവരെ പേടിപ്പിക്കാൻ നോക്കുകയാണ്. അടുത്ത വാക്യവും അതിൻ്റെ തുടർച്ചയാണ്. 42. يومئذ يود الذين كفروا وعصوا الرسول لو تسوى بهم الأرض ولا يكتمون الله حديثا. അവിശ്വസിക്കുകയും റസൂലിനെ ധിക്കരിക്കുകയും ചെയ്തവർ ആ ദിവസം കൊതിച്ചു പോകും. അവരെ മൂടിക്കൊണ്ട് ഭൂമി നിരപ്പാക്കപ്പെട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നുവെന്ന് ഒരു വിവരവും അള്ളാഹുവിൽ നിന്ന് അവർക്ക് ഒളിച്ചു വെക്കാനാവില്ല. ഇവിടെ ജൂതന്മാരെയോ മക്കക്കാരെയോ മുശ്രിക്കുകളെയോ ഒന്നും ഈ പേടിപ്പിക്കൽ കൊണ്ട് ഒരു ഫലവും ലഭിക്കാൻ പോകുന്നില്ല എന്ന് മുഹമ്മദിന് നന്നായിട്ട് അറിയാമായിരുന്നു. പക്ഷേ മുഹമ്മദ് ഈ ഭീഷണി മുഴക്കുന്നതിലൂടെ ഉദ്ദേശിച്ചത് മുഹമ്മദിൻ്റെ കൂടെ കൂടിയ കുറച്ച് ആളുകൾ അവരുടെ പ്രേരണയ്ക്ക് വഴങ്ങി മുഹമ്മദിനെ വിട്ടു പോകുമോ അല്ലെങ്കിൽ മുഹമ്മദിനെ അനുസരിക്കാതിരിക്കുമോ എന്ന ഭയമായിരുന്നു മുഹമ്മദിനുണ്ടായിരുന്നത്. അതുകൊണ്ട് അവരെ നിലക്ക് നിർത്താൻ വേണ്ടിയിട്ട്, അവരെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ജൂതന്മാർക്കെതിരായിട്ടും മക്കക്കാർക്കെതിരായിട്ടും മുഹമ്മദ് ഈ ഭീഷണി ഖുർആനിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ എന്ത് തിന്മയെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്ന് വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, ഖുർആനിൽ പലയിടത്തായി പറഞ്ഞ കാര്യത്തിൻ്റെ ഒരു ചുരുക്കം തന്നെയാണ് അവർ അവതരിപ്പിക്കുന്നത്. മനുഷ്യർ ചെയ്യുന്ന ഏറ്റവും വലിയ തിന്മയായിട്ട് അവതരിപ്പിക്കുന്നത് ശിർക്കും, ഏറ്റവും വലിയ നന്മയായിട്ട് അവതരിപ്പിക്കുന്നത് തൗഹീദുമാണ്. അത് മനുഷ്യനുമായി ബന്ധപ്പെട്ട ഒരു വിഷയമേ അല്ല. മനുഷ്യർക്ക് ഇപ്പോൾ ദൈവങ്ങൾ 1 ആയാലും 3 ആയാലും 30 കോടി ആയാലും മനുഷ്യൻ്റെ ധാർമ്മികതയും മനുഷ്യൻ്റെ ജീവിതവുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. ഒരു ദൈവം ഇല്ലെങ്കിലും മനുഷ്യന് ഒരു പ്രശ്നവുമില്ല. മറിച്ച് അത് ദൈവത്തിൻ്റെ പ്രശ്നം മാത്രമാണ്. ദൈവം എത്ര എണ്ണം ഉണ്ടാവണം, ദൈവത്തിന് ആരാധന കിട്ടണം, ഇതൊന്നും മനുഷ്യൻ്റെ വിഷയമല്ല. മനുഷ്യൻ്റെ ജീവിതവുമായിട്ട് അതിനൊന്നും യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഈ ശിർക്ക്, അതുപോലെ ദൈവം ഏകത്വം, ദൈവം ഒരാളെ ഉള്ളൂ എന്നതൊന്നും മനുഷ്യൻ്റെ ജീവിതവുമായിട്ടോ മനുഷ്യൻ്റെ നന്മതിന്മകളുമായി ബന്ധപ്പെട്ട കാര്യമേ അല്ല. ദൈവം അങ്ങനെ ഒരാളെ ഉള്ളൂ, അത് ഇന്ന ആളാണ് എന്നൊക്കെ ആണെങ്കിൽ അത് മനുഷ്യരെ ബോധ്യപ്പെടുത്തേണ്ടത് ദൈവത്തിനൊരാവശ്യമാണെങ്കിൽ മനുഷ്യരെ അത് ബോധ്യപ്പെടുത്തുക എന്നത് നിഷ്പ്രയാസം ദൈവത്തിന് സാധിക്കുന്ന കാര്യമാണ്. അത് ചെയ്യാതെ ദൈവം എവിടെയോ ഒളിച്ചിരുന്നിട്ട് ഇങ്ങനെ തോട്ടി കെട്ടിയിട്ട് ഏജൻറ്റുമാരെ വിട്ടിട്ട് ഇങ്ങോട്ട് ഏജൻറ്റുമാർ പാടില്ല, ഇടനിലക്കാർ പാടില്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടി അങ്ങോട്ട് ഇടനിലക്കാരെ വിടുന്ന ഇരട്ടത്താപ്പും വിഡ്ഢിത്തവുമാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ശിർക്കും തൗഹീദും എന്ന് പറയുന്ന അത്ര വലിയ വിഡ്ഢിത്തം ലോകത്ത് വേറെ ആരും പറഞ്ഞിട്ടില്ല. വിഡ്ഢിത്തം മാത്രമല്ല, അത് ഇന്നത്തെ ലോകത്തെ ഏറ്റവും വലിയ അധാർമികത കൂടിയാണ്. ഇതൊക്കെ നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അമാനി മൗലവി എഴുതി വെച്ച് നോക്കുക. മഹ്ശറിൽ വെച്ച് മുശ്രിക്കുകൾ ഞങ്ങൾ ശിർക്ക് ചെയ്യുന്നവരായിരുന്നില്ലെന്ന് സത്യം ചെയ്ത് പറയുമെന്ന് സൂറത്ത് അന്നാം 23 വരുന്നുണ്ട്. അവർ അള്ളാഹുവിനോട് ഒരു വർത്തമാനവും ഒളിച്ചു വെക്കുകയില്ല എന്ന് ഇവിടെ പ്രസ്താവിച്ചതും അതും തമ്മിൽ വിയോജിപ്പുണ്ടല്ലോ എന്ന് ചോദിക്കപ്പെട്ടതിന് ഇബ്നു അബ്ബാസ് ഇപ്രകാരം മറുപടി നൽകിയതായി ഇബ്നു ജരീർ മുതലായവർ ഉദ്ധരിച്ചിരിക്കുന്നു. അതെ, ഖിയാമത്ത് നാളിൽ ശിർക്കാകുന്ന കുറ്റം തീരെ പൊറുക്കപ്പെടുകയില്ല എന്നും മറ്റു കുറ്റങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുവാൻ ഇടയുണ്ടെന്നും കാണുമ്പോൾ തങ്ങൾക്ക് പുറത്തു കിട്ടിയെങ്കിലോ എന്ന പ്രതീക്ഷയിലാണ് ഞങ്ങൾ മുശ്രിക്കുകളായിരുന്നില്ല എന്ന് അവർ സത്യം ചെയ്യുന്നത്. അപ്പോൾ 36-65 കാണുന്നത് പോലെ അള്ളാഹു അവരുടെ വായക്ക് മുദ്ര വയ്ക്കും. എന്നിട്ട് അവരുടെ കൈകാലുകൾ അവർ പ്രവർത്തിച്ചതെല്ലാം തുറന്ന് സംസാരിക്കും. അപ്പോഴാണ് തങ്ങളുടെ ഭൂമി സമനിരപ്പാക്കപ്പെട്ടെങ്കിൽ നന്നായേനെ എന്ന് അവർ ആഗ്രഹിക്കുകയും അള്ളാഹുവിനോട് ഒരു വർത്തമാനവും അവർ ഒളിച്ചു വെക്കാതിരിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ മനുഷ്യർ നന്മ ചെയ്യുന്നതല്ല പ്രശ്നം. മനുഷ്യർ നന്മ ചെയ്യുന്നത് അള്ളാഹുവിനൊരു നന്മയായിട്ട് തോന്നുന്നില്ല. പകരം അള്ളാഹു അവിടെ നന്മയായിട്ട് അവതരിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ എണ്ണവും അള്ളാഹുവിൻ്റെ പേരും അള്ളാഹുവിന് മാത്രമുള്ള ആരാധനയൊക്കെയാണ്. അതില്ലാത്തവർ മനുഷ്യർക്ക് വേണ്ടി എന്ത് നന്മ ചെയ്തിട്ടും കാര്യമില്ല. ശിർക്ക് ചെയ്താൽ അള്ളാഹു പൊറുക്കില്ല, ബാക്കിയുള്ള എന്ത് തെറ്റ് ചെയ്താലും പൊറുക്കും. ശിർക്ക് ചെയ്യുന്നവർ വേറെ എന്ത് നന്മ ചെയ്തിട്ടും ഒരു കാര്യമില്ല. ശിർക്കിന് അള്ളാഹുവിനെ പൊറുക്കാൻ കഴിയില്ല. ബാക്കിയുള്ള തിന്മയൊക്കെ ചെയ്തിട്ട് വേണമെങ്കിൽ നിങ്ങൾ വന്നോളി, ശിർക്കിന് പകരം തൗഹീദ് എടുക്കുകയാണെങ്കിൽ എന്ത് തമ്മാടിത്തം ചെയ്തു വന്നാലും അതൊക്കെ പൊറുക്കും. ഈ ഒരു ആശയമാണ് ഇവിടെ ആവർത്തിക്കുന്നത്. ഇത് തന്നെയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വികൃതമായ സാമൂഹിക തിന്മയുടെ ആശയം. മനുഷ്യ സമൂഹം നന്മയും തിന്മയും പ്രവർത്തിക്കേണ്ടത് സമൂഹത്തിലെ മനുഷ്യരെ പരിഗണിച്ചുകൊണ്ടാണ്. ദൈവങ്ങൾ എത്ര എണ്ണമാണോ, ദൈവങ്ങളുടെ പേരെന്താണോ, ദൈവങ്ങൾ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത്, ദൈവങ്ങൾക്ക് എന്താണ് ആവശ്യം, ഇതിൻ്റെ അടിസ്ഥാനത്തിലല്ല മനുഷ്യൻ്റെ നന്മയും തിന്മയും പരിഗണിക്കേണ്ടത്
തീരുമാനിക്കേണ്ടത്. ഇവിടെ അതൊന്നുമല്ല. ഇവിടെ മനുഷ്യർ എന്ത് നന്മ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, എന്ത് തിന്മ ചെയ്താലും കുഴപ്പമില്ല. ദൈവത്തിൻ്റെ പ്രശ്നം, ദൈവത്തിന് ആരാധന കിട്ടുന്നത് വേറെ ഏതെങ്കിലും ദൈവങ്ങൾ തട്ടിക്കൊണ്ട് പോകുമോ എന്നുള്ള ബേജാറാണ്. ഇതൊക്കെ മുഹമ്മദിൻ്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. കാരണം മുഹമ്മദ് പറയുന്നത് പോലെ ആ ഗോത്രത്തിലുണ്ടായിരുന്ന മനുഷ്യർ മുഹമ്മദിനെ അനുസരിക്കുകയും മുഹമ്മദിൻ്റെ നേതാവാക്കുകയും മറ്റു ഗോത്രങ്ങളെ കീഴടക്കാൻ ഒരു ന്യായം പറഞ്ഞുണ്ടാക്കുകയും അതുവഴി മുഹമ്മദിൻ്റെ നേതൃത്വത്തിൽ അവിടെ വലിയൊരു ഗോത്ര സാമ്രാജ്യം ഉണ്ടാക്കുകയും ചെയ്യുക എന്നത് മുഹമ്മദിൻ്റെ രാഷ്ട്രീയമായിരുന്നു. ആ രാഷ്ട്രീയത്തിന് മുഹമ്മദ് മെനഞ്ഞുണ്ടാക്കിയ ഒരു യുക്തിഹീനമായ കള്ളക്കഥയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ഈ തൗഹീദും അള്ളാഹുവും ഈ വെളിപാടും ഈ പ്രവാചകത്വവും ഇതുപോലെയുള്ള ഏർപ്പാടുകളൊക്കെ. ഇതായിരുന്നു ഇതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയം. പക്ഷേ ഈ കഥ യുക്തിപരമായി പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ കഥയ്ക്കകത്ത് യാതൊരു നീതിയുമില്ല, യാതൊരു യുക്തിയുമില്ല, ഒരർത്ഥവുമില്ല എന്ന് കൃത്യമായി നമുക്ക് പിടികിട്ടും. മനുഷ്യരോട് നന്മയെക്കുറിച്ച് തിന്മയെക്കുറിച്ച് സംസാരിക്കാനുള്ള യാതൊരു അർഹതയും ഈ ദൈവത്തിനില്ല എന്ന് ഈ ദൈവം നിരന്തരം നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അതാണ് ഈ ശിർക്ക് തൗഹീദ് വാദത്തിൻ്റെയൊക്കെ നിരർത്ഥകതയിലൂടെ, അയുക്തികതയിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നു. ഇവിടെ മുഹമ്മദ് പറയുന്ന കഥയിൽ പരലോകത്ത് വെച്ചിട്ട് മുഹമ്മദ് എല്ലാവർക്കും സാക്ഷി നിൽക്കുമെന്നും മറ്റു പ്രവാചകന്മാരെയൊക്കെ ആരാധിച്ച ആളുകൾ അവിടെ മുഹമ്മദിൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുമെന്നും എന്നിട്ട് മുഹമ്മദ് അതിൽ നിന്ന് മുഹമ്മദിനെ അംഗീകരിക്കുന്നവരെ മാത്രം തിരഞ്ഞെടുത്തിട്ട് അള്ളാഹുവിൻ്റെ മുമ്പിൽ ശുപാർശ അവതരിപ്പിക്കുമെന്നും അങ്ങനെ മുഹമ്മദ് പറയുന്നതിനനുസരിച്ചാണ് പരലോകത്ത് മനുഷ്യരെ നരകത്തിലേക്കും സ്വർഗത്തിലേക്കും അയക്കുക തുടങ്ങിയിട്ടുള്ള അങ്ങേയറ്റം അല്പത്തം നിറഞ്ഞ കഥയാണ് മുഹമ്മദ് അവിടെ അവതരിപ്പിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ വായിച്ച ആയത്തൊക്കെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഓരോ സമുദായത്തിനും ഓരോ സാക്ഷിയെ കൊണ്ടുവരും, ഇക്കൂട്ടർക്കെതിരെ നിന്നെ നാം സാക്ഷിയായി കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ ഫേക്ക് ഐഡി ഉപയോഗിച്ചുകൊണ്ട് മുഹമ്മദ് മറ്റുള്ളവരെ വിഡ്ഢിയാക്കുകയാണ്. അവിശ്വസിക്കുകയും റസൂലിനെ ധിക്കരിക്കുകയും ചെയ്തവർ ആ ദിവസം കൊതിച്ചു പോകും. അവരെ മൂടിക്കൊണ്ട് ഭൂമി നിരപ്പാക്കപ്പെട്ടിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നുവെന്ന് ഒരു വിവരവും അള്ളാഹുവിൽ നിന്ന് അവർക്ക് ഒളിച്ചു വെക്കാനാവില്ല. അങ്ങനെ അവർക്ക് അവിടെ വെച്ചിട്ട് അവരുടെ തെറ്റ് ബോധ്യപ്പെടും. കാരണം അവർ നന്മ ചെയ്തിട്ടൊന്നും കാര്യമുണ്ടായിരുന്നില്ല. അവർ അള്ളാഹുവിനെയും മുഹമ്മദിനെയും അനുസരിച്ചല്ല ജീവിച്ചത്. അവർ ഈ പറയുന്ന മുഹമ്മദ് പറയുന്ന കഥയിലല്ല വിശ്വസിച്ചത്. അതാണ് ഞങ്ങൾക്ക് തെറ്റുപറ്റിയത്. അതുകൊണ്ട് ഇനി ഞങ്ങൾ മരിച്ച് മണ്ണായി പോയാലും വേണ്ടില്ലായിരുന്നു, ഞങ്ങൾക്ക് ഈ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാമായിരുന്നു എന്നൊക്കെ അന്നേരം അവർ ആലോചിച്ച് പോകും എന്നൊക്കെ പറഞ്ഞിട്ട് പേടിപ്പിക്കാം. 43 يا أيها الذين آمنوا لا تقربوا الصلاة وأنتم سكارى حتى تعلموا ما تقولون ولا جنبا إلا عابري سبيل حتى تغتسلوا وإن كنتم مرضى أو على سفر أو جاء أحد منكم من الغائط أو لامستم النساء فلم تجدوا ماء فتيمموا صعيدا طيبا فامسحوا بوجوهكم وأيديكم إن الله كان عفوا غفورا. വിശ്വാസികളെ, ലഹരി ബാധിച്ചവരായിക്കൊണ്ട് നിങ്ങൾ നമസ്കാരത്തെ സമീപിക്കരുത്. നിങ്ങൾ പറയുന്നതെന്തെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടാകുന്നതുവരെ, ജനാപത്തുകാരായിരിക്കുമ്പോൾ നിങ്ങൾ കുളിക്കുന്നതുവരെയും, നിങ്ങൾ വഴി നടന്നു പോകുന്നവരായിക്കൊണ്ടല്ലാതെ, നിങ്ങൾ രോഗികളായിരിക്കുകയോ യാത്രയിലാവുകയോ ചെയ്താൽ, അല്ലെങ്കിൽ നിങ്ങളിലൊരാൾ മലമൂത്ര വിസർജനം കഴിഞ്ഞു വരികയോ സ്ത്രീകളുമായി സമ്പർക്കം നടത്തുകയോ ചെയ്തുവെങ്കിൽ, എന്നിട്ട് നിങ്ങൾക്ക് വെള്ളം കിട്ടിയതുമില്ല എങ്കിൽ നിങ്ങൾ ശുദ്ധിയുള്ള ഭൂമുഖം തേടിക്കൊള്ളുക.
എന്നിട്ട് അതുകൊണ്ട് നിങ്ങളുടെ മുഖങ്ങളും കൈകളും തടവുക. തീർച്ചയായും അള്ളാഹു ഏറെ മാപ്പ് നൽകുന്നവനും വെറുക്കുന്നവനുമാകുന്നു. ഇതിൽ കുറേ കാര്യങ്ങൾ ഒരുമിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിലാദ്യം പറയുന്നത് നിസ്കരിക്കാൻ വരുമ്പോൾ നിങ്ങൾ കള്ളു കുടിച്ചിട്ട് വരരുത് എന്നാണ്. പിന്നെ പറയുന്നത് നിങ്ങൾക്ക് വെള്ളം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ കുളിക്കാനും ശരീരം ശുദ്ധിയാക്കാനും മണ്ണെടുത്തു തേച്ചോളി എന്നാണ്. ഇത് രണ്ടും രണ്ട് സന്ദർഭങ്ങളിൽ പറഞ്ഞതാണ് എന്നാണ് ഇതിൻ്റെ തഫ്സീറുകളിൽ കാണുന്നത്. രണ്ട് സന്ദർഭങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്നു ചേർന്ന് ഒറ്റ വാക്യമായി വന്നതെങ്ങനെ എന്നറിയില്ല. എന്തൊക്കെയായിരുന്നു ഇതിൻ്റെ സന്ദർഭങ്ങൾ? കള്ളുടിച്ചിട്ട് നിസ്കരിക്കാൻ വരരുത് എന്ന് പറഞ്ഞ ആയത്തിറങ്ങിയതിൻ്റെ സന്ദർഭം വാഹിദിയുടെയൊക്കെ തഫ്സീറിൽ വിശദമായി കൊടുത്തിട്ടുണ്ട്. അതിങ്ങനെയാണ്: വൺ ഡേ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് പ്രിപ്പയർഡ് ഫുഡ് and invited some companions of the Prophet. They ate and drank, and when the time for the Maghrib prayer was due, they stood up to pray. One of them stepped forward to lead the prayer. He recited Qul ya ayyuhal kafirun Surah 109, but did not recite correctly, and so Allah revealed this verse. അപ്പോൾ സംഭവം അബ്ദുല്ലാഹ് ഇബ്നു ഔഫ് ഒരു പാർട്ടി നടത്തി. അവിടെ ഒട്ടകത്തിന് ആടിനെയൊക്കെ അറുത്ത് ഇറച്ചിയും വളർച്ച് കുടിക്കാൻ കള്ളുമൊക്കെ വിളമ്പി. അങ്ങനെ സഹാബികളെല്ലാവരും കൂടെ പാർട്ടിയിൽ പങ്കെടുത്ത് കള്ളു കുടിച്ച് പൂസായി. ആ സമയത്ത് മഗ്രിബ് നിസ്കരിക്കേണ്ട സമയം വന്നു. ബാങ്ക് വിളി കേട്ടു. അപ്പോൾ കുടിച്ച് പൂസായി എല്ലാവരും കൂടെ നിസ്കരിക്കാൻ പോയി. നിസ്കരിക്കാൻ ഒരാൾ ഇമാമ് നിന്ന ആൾ വെള്ളമടിച്ച് പൂസായിട്ട് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്നുള്ള സൂറത്തോതിയപ്പോൾ സൂറത്ത് നേരെ തലകുത്തനെ ഓതി. നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞങ്ങൾ ആരാധിക്കുകയില്ല, ഞങ്ങൾ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുകയില്ല എന്നൊക്കെയാണ് ആ സൂറത്തിൽ പറയുന്നത്. അത് ഈ ചങ്ങാതി ഓതിയത് നിങ്ങൾ ആരാധിക്കുന്നതിനെ തന്നെ ഞങ്ങളും ആരാധിക്കും, ഞങ്ങൾ ആരാധിക്കുന്നതിനെ തന്നെ നിങ്ങളും ആരാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നേരെ തലകുത്തനെ ഓതി. അള്ളാഹു ഇറക്കിയ ഒരു സൂറത്ത് നേരെ തലകുത്തനെ അർത്ഥം മാറ്റിയിട്ട് ഓതി വെള്ളമടിച്ചിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ പ്രശ്നങ്ങളുണ്ടായി. എന്ന് മാത്രമല്ല, ഇതിൻ്റെ വിശദാംശങ്ങൾ പല ചരിത്ര ഗ്രന്ഥങ്ങളിലും ഉണ്ട്. അങ്ങനെ ഓതുക മാത്രമല്ല, മഗ്രിബ് നിസ്കാരത്തിൽ ആകെ 3 റക്അത്താണ് നിസ്കരിക്കാനുള്ളത്. ആ 3 റക്അത്ത് കഴിഞ്ഞിട്ട് പിന്നെ 4-ാമത്തെ റക്അത്തും 5-ാമത്തെ റക്അത്തും നിസ്കരിച്ചിട്ടും നിസ്കാരം നിർത്തിയില്ല എന്നാണ് പറയുന്നത് ഈ ഇമാമ് നിന്ന ആൾ. അത് അലി ആയിരുന്നു എന്ന് പറയുന്നൊരു വേർഷനുണ്ട്. അതല്ല വേറെ ആരോ ആണ്. ആളെ പേര് ഇവിടെ ഒന്നും പറയുന്നില്ല. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിൻ്റെ വീട്ടിലായിരുന്നു സൽക്കാരം. ആ സൽക്കാരം കഴിഞ്ഞിട്ടാണ് വെള്ളമടിച്ചിട്ട് നിസ്കരിക്കാൻ പോകുന്നത്. നിസ്കരിക്കാൻ ഇമാമ് നിന്നത് ആരാണെന്ന് പറയുന്നില്ല. ഒരു ഹദീസിൽ അലി തന്നെ ഇത് റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. അവിടെ അലി ഞാൻ എന്ന് പറയുന്നില്ല, പക്ഷേ ഒരാൾ എന്നേ പറയുന്നുള്ളൂ. എന്തായാലും നിസ്കരിക്കാൻ ഇമാമ് നിന്ന ആൾ നല്ല പോലെ പൂസായിട്ട് ഖുർആൻ ആയത്ത് നേരെ തലകുത്തനെ അർത്ഥം മാറ്റി ഓതി. ആ അർത്ഥം മാറ്റിയത് തൗഹീദിന് നേരെ വിരുദ്ധമാണ്. കാരണം തൗഹീദ് സ്ഥാപിക്കാൻ വേണ്ടി, ശിർക്കിനെ നിരാകരിക്കാൻ വേണ്ടി ഇറക്കിയ സൂറത്താണ് കാഫിറൂൻ സൂറത്ത്. അത് നേരെ തിരിച്ച് തൗഹീദ് മാറ്റിയിട്ട് ശിർക്കിന് അനുകൂലമാക്കിയിട്ടാണ് ഈ ചങ്ങായി ഓതിയത്. അങ്ങനെ ഓതി നിസ്കരിച്ച് 3 വട്ടമാണ് സുജൂദും റക്കൂവും ചെയ്യേണ്ടത് മഗ്രിബ് നിസ്കാരത്തിൽ. ഇത് 3ഉം 4ഉം 5ഉം കഴിഞ്ഞിട്ട് മൂപ്പര് നിസ്കാരം നിർത്തുന്നില്ല. ഇത് കണ്ടപ്പോഴാണ് കൂടെ നിസ്കരിച്ചിരുന്ന ആളുകൾക്ക്, അവരും പൂസിലാണെങ്കിൽ പോലും അവർക്ക് മനസ്സിലായി എന്തോ വശപ്പശകുണ്ടെന്ന് മനസ്സിലായപ്പോൾ അവരതിൽ ഇടപെട്ടു. അങ്ങനെ അത് കശപിശയായി. അതിനെക്കുറിച്ച് മുഹമ്മദ് അറിഞ്ഞപ്പോൾ അള്ളാഹു അറിഞ്ഞു. അപ്പോൾ അള്ളാഹ്ക്ക് മനസ്സിലായി ഈ കള്ളു കുടിച്ചിട്ട് നിസ്കരിച്ചാൽ ശരിയാവില്ല എന്നുള്ളത്. അപ്പോൾ ഇറക്കിയ ആയത്താണ് ഇത്. ഇതാണ് കള്ളുകുടിയെ സംബന്ധിച്ചുള്ള ഇതിലെ പരാമർശത്തിൻ്റെ പശ്ചാത്തല സംഭവമായിട്ട് പറയുന്നത്. എന്നാൽ ബാക്കിയുള്ള കാര്യങ്ങൾ വേറെ സന്ദർഭമാണ് പറയുന്നത്. ഈ മണ്ണുകൊണ്ട് വെള്ളം കിട്ടിയില്ലെങ്കിൽ മണ്ണുകൊണ്ട് ശുദ്ധിയാക്കണം, ഒതുകൊടുക്കണമെന്ന് പറയുന്നത് വേറെ ഏതോ യുദ്ധത്തിന് പോകുന്ന സന്ദർഭത്തിൽ ഉണ്ടായ സംഭവമൊക്കെയാണെന്നാണ് പിന്നെ വിശദീകരിക്കുന്നത്. എന്തായാലും ഈ കള്ളുകൂടിയെ സംബന്ധിച്ചുള്ള മറ്റ് വിശദാംശങ്ങളിലേക്ക് നമുക്ക് നോക്കാം. ഇബ്നു കസീർ ഇതിൻ്റെ സന്ദർഭമായിട്ട് മറ്റൊരു രീതിയിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നു അബി ഹാത്തിം ഹാസ് റെക്കോർഡഡ് സം റിപ്പോർട്ട്സ് അബൌട്ട് ദി ഇൻസിഡൻറ്റ് ഓഫ് ഇറ്റ്സ് റെവലേഷൻ. സയദ് സെഡ്, 4 ayat were revealed concerning me. A man from the Ansar once made some food and invited some Muhajirin and Ansar men to it. And we ate and drank until we became intoxicated. We then boasted about our status. Then a man held a camel's bone and injured Sa'd's nose, which was scarred ever since. This occurred before Al-Khamr was prohibited and Allah later revealed. ഈ മദ്യനിരോധനവുമായി ബന്ധപ്പെട്ട മറ്റൊരു സന്ദർഭമാണ് ഇവിടെ പറയുന്നത്. ഈ ആയത്ത് ആ സന്ദർഭത്തിൽ ഇറങ്ങിയതാണോ അല്ലേ എന്നുള്ള കാര്യത്തിൽ തർക്കമുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ അത് ഉദ്ധരിച്ചിട്ടുള്ളത്. അൻസാറുകളും മുഹാജിറുകളും, അതായത് മക്കയിൽ നിന്ന് വന്ന ആൾക്കാരും മദീനയിൽ ഉണ്ടായിരുന്ന ആൾക്കാരും, അവരാണ് മുഹമ്മദിൻ്റെ സഹാബികൾ എന്ന് പറയുന്നത്.
ഇവർ രണ്ടു കൂട്ടരും കൂടെ ഒരു മിക്സഡ് ആയിട്ട് ഒരു പാർട്ടി നടത്തി. ആ പാർട്ടിയിൽ രണ്ടു കൂട്ടരും കള്ളു കുടിച്ച് പൂസായപ്പോൾ ഇവർ രണ്ടുപേരുടെയും ഉള്ളിൽ നിന്ന് പഴയ സ്വത്വബോധം പുറത്തേക്ക് തേട്ടി വന്നു. മുഹാജിറുകളായ ആൾക്കാർ പൊങ്ങച്ചം പറയാൻ തുടങ്ങി. നിങ്ങളെ അൻസാറികൾ തല്ലിപ്പൊളികളാണ്, ഞങ്ങൾ അങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പോരിശ പറയാൻ തുടങ്ങി. അങ്ങനെ അവരുടെ ആത്മാഭിമാനത്തെ മുറിവേൽപ്പിക്കുന്ന തരത്തിൽ ഈ കള്ളു കുടിച്ച മുഹാജിറുകൾ സംസാരിച്ചപ്പോൾ കള്ളു കുടിച്ച അൻസാറുകൾക്ക് അത് പിടിച്ചില്ല. അവർ തിരിച്ചും പറഞ്ഞു. അങ്ങനെ അവർ രണ്ട് ഗ്രൂപ്പായിട്ട് അൻസാർ മുഹാജിർ രണ്ട് ചേരിയായിട്ട് തമ്മിൽ അടിച്ചു. അടിക്കുന്നതിൻ്റെ ഇടയിൽ ഒരുത്തൻ ഒട്ടകത്തിൻ്റെ എല്ലെടുത്തിട്ട് ഇപ്പുറത്തെ മറ്റൊരുത്തൻ്റെ മൂക്ക് അടിച്ചു പൊട്ടിച്ചു. ഇതായിരുന്നു സന്ദർഭം. ഈ സന്ദർഭത്തിലാണ് ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞപ്പോഴാണ് അള്ളാഹു ഈ കള്ളുകുടിക്കെതിരായിട്ടുള്ള ഈ ആയത്തിറക്കിയത് എന്നാണ് ഒരു സന്ദർഭ വിവരണത്തിൽ പറയുന്നത്. നിസ്കരിക്കുമ്പോൾ ആയത്ത് തെറ്റിച്ച് ഓതിയതാണ്, റക്കായത്ത് തെറ്റിച്ച് നിസ്കരിച്ചതാണ് ആയത്തിറങ്ങാനുള്ള പശ്ചാത്തലം എന്നാണ് വേറൊരു സന്ദർഭ വിവരണത്തിൽ പറയുന്നത്. ഇനി ഇബ്നു കസീർ തന്നെ ഉദ്ധരിക്കുന്നു, അബ്ദുറഹിമാൻ ബിൻ ഔഫ് മെയ്ഡ് സം ഫുഡ്സ് to which he invited us and served some alcohol to drink. When we became intoxicated and the time for prayer came, they asked someone to lead us in prayer. He recited, "Say, O disbelievers, I do not worship that which you worship, but we worship that which you worship." Refer to the correct wording of the surah 109. Allah then revealed. അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത്. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആരാധിക്കുന്നതിനെ തന്നെ നമ്മളും ആരാധിക്കും, നമ്മൾ ആരാധിക്കുന്നതിനെ തന്നെ നിങ്ങളും ആരാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇത് സിർക്കിൻ്റെ ആയത്താക്കിയിട്ട് സിർക്കിൻ്റെ സൂറത്താക്കിയിട്ട് ഓതി. അപ്പോഴാണ് ഈ ആയത്തിറങ്ങിയത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി കള്ളുകുടിച്ച് നിസ്കരിക്കാൻ വരരുത് എന്ന ഈ ആയത്തിറങ്ങിയതിനെ സംബന്ധിച്ച് അമാനി മൗലവി എഴുതി വെച്ചത് വായിക്കാം. ഇസ്ലാമിൽ മദ്യപാനം നിശേഷം നിരോധിക്കപ്പെട്ടത് 2-3 ഘട്ടങ്ങളിലായിട്ടാണ് എന്നും അതിൽ ചില ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ടെങ്കിലും ദോഷത്തിൻ്റെ ഭാഗമാണ് കൂടുതൽ വലിയതെന്ന് അൽ-ബഖറ 219 പ്രസ്താവിച്ചതായിരുന്നു ആദ്യത്തെ ഘട്ടം എന്നും ലഹരി ബാധിച്ചവരായും കൊണ്ട് നമസ്കാരത്തെ സമീപിക്കരുത് എന്നുള്ള ഈ വചനത്തിലെ വാക്യമാണ് രണ്ടാമത്തെ ഘട്ടമെന്നും അവസാനം മായിദ 93-94 മുഖേന അത് കർശനമായി നിരോധിച്ചുവെന്നും സൂറത്തു ബഖറയിൽ നാം ചൂണ്ടിക്കാട്ടുകയുണ്ടായി. സൂറത്ത് ബഖറയിലെ ആയത്ത് മുഖേന നിരുത്സാഹപ്പെടുത്തിയതോടെ ചിലരൊക്കെ മദ്യപാനം നിർത്തൽ ചെയ്യുകയുണ്ടായി. എന്നാലും പലരും അത് ഉപയോഗിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ അല്പം ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകുകയും ചില സഹാബികൾ മദ്യപിച്ചു ലഹരി പിടിപെട്ടവരായി നമസ്കരിച്ചപ്പോൾ ഖുർആൻ വചനങ്ങൾ തെറ്റിച്ചു ഓതുകയും ഉണ്ടായി. ഇതിനെ തുടർന്നാണ് ഈ വചനം അവതരിച്ചത് എന്ന് പല റിവായത്തുകളിലും പ്രസ്താവിക്കപ്പെട്ട് കാണാം. അപ്പോൾ അതിൻ്റെ പൂർണ്ണ രൂപമൊന്നും കൊടുക്കാതെ ഇങ്ങനെ ഉപരിപ്ലവമായിട്ട് സൂചിപ്പിച്ച് പോവുകയാണ് ഇവിടെ അമാനി മൗലവി ചെയ്തിട്ടുള്ളത്. കാരണം ഇതൊന്നും നാട്ടുകാർ വായിച്ചാൽ അത്ര ഗുണമുള്ള കാര്യങ്ങളല്ല എന്നതുകൊണ്ടാണ് ഇവരൊക്കെ ഇങ്ങനെ ചെറുതാക്കി കൊണ്ടുവരുന്നത്. ഇതിൻ്റെയൊക്കെ പൂർണ്ണ വിവരണത്തിലാണ് ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉള്ളത്. നിസ്കാരത്തിൽ റക്കായത്ത് കൂട്ടിയതും നിസ്കരിക്കുമ്പോൾ ആ സൂറത്ത് മൊത്തം തലകുത്തനെ സിർക്കാക്കി ഓതിയതും ഇതൊക്കെ പിന്നെ തമ്മിൽ അടി കൂടിയതും മൂക്ക് പൊട്ടിച്ചതും എല്ലാം ഉണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഈ ഘട്ടം ഘട്ടമായി മദ്യം നിരോധിച്ചു എന്നൊക്കെ പറയുന്നത് ഒരു തള്ള് മാത്രമാണ്. കാരണം ഇതിൻ്റെ ഓരോന്നിൻ്റെയും സന്ദർഭം നമ്മൾ മനസ്സിലാക്കിയാൽ, സന്ദർഭം വായിച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും അതൊക്കെ അനിവാര്യമായി വന്ന സമയത്ത് മുഹമ്മദ് അപ്പോൾ മുഹമ്മദിന് ആവശ്യമായത് പറഞ്ഞു കൊടുത്തതാണ് എന്നുള്ളത്. മുഹമ്മദിന് ഈ കള്ളു കുടിച്ചിട്ടുള്ള നിസ്കാരം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് നിസ്കരിക്കുമ്പോൾ കള്ളു കുടിക്കരുത് എന്നിട്ട് ആയത്തിറക്കുന്നത്. അതല്ലാതെ പടച്ചോൻ ഇതൊക്കെ മുൻകൂട്ടി ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് നിരോധിക്കണമെന്ന് തീരുമാനിച്ചിട്ട് രണ്ടാം ഘട്ടം ഇറക്കിയതൊന്നുമല്ല. തള്ളാണെന്നുള്ളതിൻ്റെ തെളിവ് ഈ ഖുർആനിൽ തന്നെ ഉണ്ട്. അത് ഞാൻ മുമ്പ് പലതവണ ആ പ്രസ്തുത ആയത്ത് വിശദീകരിച്ചു കൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഖുർആനിൽ നിങ്ങൾക്ക് ഞാൻ മുന്തിരിങ്ങയും ഈത്തപ്പഴവും അതുപോലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തന്നത് നിങ്ങൾക്ക് അതിൽ നിന്ന് നല്ല ഭക്ഷണം കഴിക്കാനും നല്ല മദ്യം ഉണ്ടാക്കി കഴിക്കാനും വേണ്ടിയാണ് എന്ന് പറയുന്ന ആയത്ത് ഖുർആനിലുണ്ട്. അള്ളാഹു മനുഷ്യർക്ക് നൽകിയ അനുഗ്രഹങ്ങളുടെ കൂട്ടത്തിലാണ് അവിടെ മദ്യം വിളമ്പിയിരിക്കുന്നത്. അപ്പോൾ ഘട്ടം ഘട്ടമായി മദ്യം നിരോധിക്കാൻ തീരുമാനിച്ച ഒരു പടച്ചോൻ ഇറക്കിയതാണ് ഖുർആനെങ്കിൽ ഒന്നാം ഘട്ടത്തിന് മുമ്പ് ഇങ്ങനെ ഒരു മണ്ടത്തരം എഴുതി വെക്കേണ്ട കാര്യമില്ലല്ലോ. അനുഗ്രഹമായിട്ട് മദ്യത്തിന് വിളമ്പേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ആദ്യം അള്ളാഹുവിൻ്റെ ധാരണ മദ്യം നല്ലതാണെന്നും അതൊരു അനുഗ്രഹമാണ് എന്നുമായിരുന്നു മുഹമ്മദിൻ്റെ ധാരണ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ മദ്യം കൊണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് എന്ന് മനസ്സിലായപ്പോൾ മദ്യത്തിൽ കുറച്ചൊക്കെ ദോഷമുണ്ട്, കുറച്ചൊക്കെ ഗുണമുണ്ട്, നിങ്ങളത് ഒഴിവാക്കുന്നതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ ഒരു സന്ദർഭത്തിൽ പറഞ്ഞു. നിസ്കാരം ഇതുപോലെ കൊളാക്കിയ സമയത്ത് നിസ്കരിക്കാൻ വരുമ്പോൾ നിങ്ങൾ മദ്യപിക്കരുത് എന്ന് പറഞ്ഞ് ഒരായത്തിറക്കി. പിന്നെ അൻസാറുകളും മുഹാജിറുകളും തമ്മിൽ
മദ്യപിച്ച് അടികൂടി പരസ്പരം ഒട്ടകത്തിൻ്റെ എല്ലെടുത്ത് അടിച്ച് തലപൊട്ടിക്കലും മൂക്ക് പൊട്ടിക്കലും തുടങ്ങിയപ്പോഴാണ് മുഹമ്മദിന് ഇത് കാര്യം കുറച്ച് ഗൗരവത്തിലെടുക്കേണ്ടതാണ് എന്ന് ബോധ്യപ്പെടുന്നത്. കാരണം ആ കാലത്ത് മദീനയിലെ ആദ്യഘട്ടത്തിൽ മുഹാജിറുകളും അൻസാറുകളും തമ്മിൽ ഇങ്ങനെ കള്ളു കുടിച്ചിട്ട് പരസ്പരം മഹിമ പറഞ്ഞ് അടി കൂടിക്കഴിഞ്ഞാൽ മുഹമ്മദിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം മുഴുവൻ കല്ലെത്തലാകും. അപ്പോൾ അവർ തമ്മിലടിക്കുന്ന ഒരവസ്ഥ മദ്യപാനം കൊണ്ടുണ്ടാവുന്നു എന്ന് കണ്ടപ്പോഴാണ് മദ്യപാനം നമുക്ക് അത്ര നല്ലതല്ല എന്ന് മുഹമ്മദിന് മനസ്സിലാവുന്നത്. അപ്പോഴാണ് അള്ളാഹുവിന് മനസ്സിലാവുന്നത്. അപ്പോഴാണ് അള്ളാഹു മദ്യം വർജിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആയത്തിറങ്ങുന്നത്. മദ്യം നിരോധിച്ചിട്ടൊന്നുമില്ല ഖുർആനിൽ, മദ്യം വർജിക്കണം എന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ആദ്യം മദ്യം നല്ല മുന്തിയ സാധനമാണെന്ന് പറഞ്ഞു, പിന്നെ മദ്യത്തിന് നല്ലതുണ്ട് ദോഷമുണ്ട്, ദോഷമാണ് കൂടുതൽ എന്ന് പറഞ്ഞു, പിന്നെ നിസ്കരിക്കുമ്പോൾ നിങ്ങൾ മദ്യപിക്കരുത് എന്ന് പറഞ്ഞു, പിന്നെ മദ്യം വർജിക്കുന്നതാണ് നല്ലത്, അത് വലിയ പിശാചിൻ്റെ ഏർപ്പാടാണ് എന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് ഘട്ടങ്ങൾ വന്നത്. ഈ ഘട്ടങ്ങളൊക്കെ മുഹമ്മദിൻ്റെ ജീവിത സാഹചര്യവുമായി ബന്ധപ്പെട്ട് മുഹമ്മദിൻ്റെ മുമ്പിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് മുഹമ്മദിന് അനിവാര്യമായി തോന്നിയതുകൊണ്ട് വിളിച്ചു പറഞ്ഞ കാര്യങ്ങളാണ്. അതല്ലാതെ പടച്ചോൻ ഇങ്ങനെ ഒരു മദ്യം നിരോധിക്കാൻ ഇങ്ങനെ ഘട്ടം നടപ്പിലാക്കേണ്ട ഒരു കാര്യവും ഇല്ല. കാരണം തൗഹീദ് നടപ്പിലാക്കിയത് സിർക്ക് ഘട്ടമാക്കിയിട്ട് ആദ്യം അള്ളാഹിൻ്റെ പഠിച്ചവന്മാരുടെ എണ്ണം ഇങ്ങനെ കുറച്ചുകൊണ്ടെന്ന് ഒന്നാക്കിയതൊന്നുമല്ലല്ലോ. അത് ഒറ്റ അടിക്കണ്ടല്ലേ അള്ളാഹ് മാത്രമേ പഠിച്ചവനുള്ളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ മദ്യപാനം നിർത്തുന്നതിനേക്കാൾ ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലോ സിർക്ക് നിർത്തി തൗഹീദാക്കൽ. അവിടെ ഘട്ടമൊന്നും ഉപയോഗിക്കാത്ത അള്ളാഹു മദ്യത്തിന് ഘട്ടം ഉപയോഗിച്ചു എന്ന് പറയുന്നതിലൊന്നും വലിയ കഥയൊന്നുമില്ല. ഇവിടെ നിസ്കരിക്കുമ്പോൾ മദ്യപിച്ച് വരരുത്, ബോധം ഉണ്ടായതിന് ശേഷം വന്നാൽ മതി എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് പിന്നെ പറയുന്നത് ജനാപത്തുകാരായിരിക്കുമ്പോൾ നിങ്ങൾ കുളിക്കുന്നത് വരെയും നിസ്കരിക്കാൻ വരരുത് എന്നാണ്. ലഹരി ബാധിച്ചവരായിക്കൊണ്ട് നിങ്ങൾ നിസ്കാരത്തെ സമീപിക്കരുത്, നിങ്ങൾ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടാകുന്നത് വരെ. എന്ന് വെച്ചാൽ പൂസ ഇറങ്ങിയിട്ട് നിങ്ങൾ പറയുന്നതും ഓതുന്നതൊക്കെ എന്താണെന്നുള്ളത് തിരിച്ചറിവുണ്ടാകുന്ന ഒരു ഘട്ടത്തിലെത്തുന്നത് വരെ നിങ്ങൾ നിസ്കരിക്കാൻ വരരുത് എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഈ വാക്യത്തിൽ തുടർന്ന് പറയുന്ന മറ്റു കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം.